ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നോർത്തേൺ ഇറ്റലിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർത്തേൺ ഇറ്റലിയിലെ കാഴ്ചകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോളോമൈറ്റ്സിലെ കാഴ്ചകളാണ്. നമ്മളിപ്പോൾ നോർത്തേൺ ഇറ്റലിയിലെ ബൊൾസാനോ എന്ന സിറ്റിയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ വെനീസിൽ നിന്ന് ബൊൾസാനോയിൽ വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പലയിടങ്ങളിലായിട്ട് കിടക്കുന്ന ഡോളോമൈറ്റ് കാണാൻ പോവാൻ ബൊൾസാനോയിൽ നിന്ന് എളുപ്പമായിരിക്കുമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ബൊൾസാനോയിൽ നിൽക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ബൊൾസാനോയിൽ തന്നെ ഒരു ഡോളോമൈറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആ ഡോളോമൈറ്റ് കാണാനായിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം വൈകിട്ട് 7 മണിയാണ്. ചെറിയ ടെൻഷനോടെയാണ് ഞങ്ങളിപ്പോൾ കേബിൾ കാറിൽ ഇരിക്കുന്നത്. കാരണം ഇപ്പം തന്നെ 7 മണിയായല്ലോ. അവിടെ എത്തി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള കേബിൾ കാർ എത്ര മണിവരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ കേബിൾ കാർ കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീനെ കണ്ടു. അവരോട് ചോദിച്ചു എത്ര മണിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നൊക്കെ. ആൾക്ക് ഞങ്ങളുടെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്കും തിരിച്ചും കേബിൾ കാർ റൈഡ് ഉണ്ടോ എന്നാണ് ആൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആൾ ഇറ്റാലിയനിലും മുറി ഇംഗ്ലീഷിലും അങ്ങോട്ടേക്കും തിരിച്ച് കേബിൾ കാർ റൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ചോദ്യം എത്ര മണിവരെ എന്നായിരുന്നു. അതിനുള്ള ഉത്തരം ആൾ പറഞ്ഞില്ല. അതുകൊണ്ട് ചെറിയ ടെൻഷനുണ്ട്. നമ്മൾ കേബിൾ കാർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻ എടുക്കണം. ഹിസ്റ്റോറിക്കൽ നാരോ ഗേജ് ട്രെയിനാണിത്. അതിലാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഞങ്ങൾ ബൊൾസാനോയിൽ എത്തിയപ്പോൾ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡേ ടിക്കറ്റ്. ആ ടിക്കറ്റ് വെച്ചാണ് നമ്മൾ കേബിൾ കാറിലും പിന്നെ ഈ ട്രെയിനിലൊക്കെ കയറിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇടയ്ക്ക് ഇത്തരത്തിലുള്ള മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റോപ്പുകൾ കണ്ടു. പക്ഷെ അധികം ആരും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കഴിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ബൊൾസാനോയിൽ തന്നെ ഒരു ഡോളോമൈറ്റ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ബൊൾസാനോയിലുള്ള ഡോളോമൈറ്റൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ കേബിൾ കാറും ട്രെയിൻ എടുക്കണമെന്ന് അവർ പറഞ്ഞു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താ ഞങ്ങൾ കാണാൻ പോകുന്നതെന്നതിനെ കുറിച്ചിട്ട്. ഈ ഡോളോമൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കാണുന്ന കൂർത്ത തരത്തിലുള്ള മലകളില്ലേ, അതിനെയാണ് ഡോളോമൈറ്റ് എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് പോയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ ആണിത്. അതിൻ്റെ വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഡോളോമൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ളൊരു ഡോളോമൈറ്റ് അല്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഡോളോമൈറ്റ് ഈ ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ദൂരെ കാണുന്നതാണ് ആ ഡോളോമൈറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാഴ്ച കാണാനാണ് നമ്മൾ ഈ ട്രെയിൻ എടുത്തിരിക്കുന്നതെന്ന് ഈ ട്രെയിൻ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മൾ വന്ന ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ട്രെയിനിൽ നമ്മളുടെ കൂടെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാവരും ഇറങ്ങിയ സ്ഥലം ഇവിടെയാണ്. ഇവിടെ എവിടെയാണ് അവർ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നത്. അവരോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അവർ പറഞ്ഞു കുറച്ച് നടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കാണാനുള്ളതെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് നടക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് നടന്നപ്പോൾ ഡോളോമൈറ്റ് കാണുന്നൊരു സ്ഥലം കണ്ടു. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് തന്നെ പോയി. സ്റ്റേഷനിലുള്ള ഒരു ഡിസ്പ്ലേ ബോർഡിൽ ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിരമിഡ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിരമിഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് നേരത്തെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒരിക്കൽ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറി. തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ. അപ്പോൾ നല്ല കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ആ കാണുന്ന ഡോളോമൈറ്റിലൊക്കെ വേണമെങ്കിൽ പോവാം. പക്ഷേങ്കിൽ ഹൈക്ക് ചെയ്യുന്നവർക്കേ പറ്റുള്ളൂ. നമ്മളെ പോലെ വർഷത്തിലൊരിക്കലും മാത്രം കുറച്ച് നടക്കുന്നവർക്കൊന്നും പറ്റുന്ന കാര്യമില്ല. അതൊന്നും കുറച്ച് ആരോഗ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് വരേണ്ട സ്ഥലമാണ് ഡോളോമൈറ്റ്. ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് ഹൈക്ക് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് ദൂരെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടെൻഷനിലൂടെയാണ് ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ എത്തിയിട്ട് താഴത്തേക്കുള്ള കേബിൾ കാർ റൈഡ് ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്ങാനും ഈ സമയത്ത് കേബിൾ കാർ റൈഡ് ഇല്ലെങ്കിൽ എങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് പോകുമെന്ന് ആലോചിക്കുമായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിയപ്പോൾ കേബിൾ കാർ റൈഡ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പം നമ്മൾ കേബിൾ കാറിൽ കയറിയിരിക്കുകയാണ്, തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ സമയം സൺസെറ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകൾ. ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തൊരു സങ്കടമേ എനിക്കുള്ളൂ. നമ്മൾ നേരത്തെ കയറിയ ഹിസ്റ്റോറിക് നാരോ ഗേജ് ട്രെയിൻ ഇല്ലേ, അതിൻ്റെ പേര് റിറ്റ്നർ ബാൺ എന്നാണ്.
നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് ആ ട്രെയിൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. നമുക്ക് ശരിക്കും നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയ പോലെയാണ് തോന്നുക. നോർത്തേൺ ഇറ്റലിയിലെ ഡോളമൈറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തൊക്കെ എത്തിയാൽ ശരിക്കും സ്വിറ്റ്സർലാൻഡ് പോലെ തോന്നും. പിന്നെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ നല്ല ഹോട്ടൽ കണ്ടിരുന്നു. ഈ ഡോളമൈറ്റ് ആസ്വദിക്കാനും ഹൈക്ക് ചെയ്യാനും മലമുകളിൽ താമസിച്ചിട്ട് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാനൊക്കെ അത്തരം ഹോട്ടലുകളിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ തിരിച്ച് ബൊൾസാനോ സിറ്റിയിലെത്തിയപ്പോൾ സൺസെറ്റ് ടൈം ആവാറായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചില കഫേസൊക്കെ ഓപ്പൺ ആയിരുന്നു. യൂറോപ്പിലെ ചെറിയ സിറ്റികളിലും വില്ലേജുകളിലൊന്നും അങ്ങനെ രാത്രിയിൽ ഷോപ്പുകളോ റെസ്റ്റോറൻറ്റുകളൊന്നും ഓപ്പൺ ആവാറില്ല. പക്ഷേ ഇവിടെ കാഴ്ച വ്യത്യസ്തമായിരുന്നു. റെസ്റ്റോറൻറ്റുകളും കഫേകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായത് കൊണ്ടായിരിക്കാം ഇങ്ങനെയെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം ഈ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ റൂമിൽ പോയി വിശ്രമിച്ചു. ഇനി കാണിക്കുന്നത് വേറൊരു ദിവസത്തെ കാഴ്ചകളാണ്. സെയിം കേബിൾ കാർ എടുത്തിട്ട് ബൊൾസാനോയിലെ ഡോളമൈറ്റിലേക്ക് ഞങ്ങൾ വന്നതാണ്. ഇതിനിടയ്ക്കുള്ള ദിവസത്തിൽ ഞങ്ങൾ വേറെ ഡോളമൈറ്റൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ദൂരെയുള്ള ഡോളമൈറ്റുകളൊക്കെ. കഴിഞ്ഞ ദിവസം റിറ്റ്നബാർ ട്രെയിനിന് കുറച്ച് പേരെ പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അവർ ഫ്രാൻസിൽ നിന്നുള്ളവരായിരുന്നു, കുറച്ച് പ്രായമുള്ളവരായിരുന്നു. ആ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടുള്ള ഹോട്ടലിലായിരുന്നു അവർ നിന്നിരുന്നത്. അവർ ഞങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനിലും കുറച്ച് അട്രാക്ഷൻസിൻ്റെ ലിസ്റ്റൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നത്. വീണ്ടും റിറ്റ്നബാർ ട്രെയിൻ എടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ അവസാനത്തെ സ്റ്റോപ്പിൽ പോയി. എന്നിട്ട് കുറച്ച് നടന്നിട്ട് ഞങ്ങൾ ബസ് എടുക്കാൻ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. അന്ന് നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് സ്പെക്ക് എടുത്തിട്ടു. ബസ് സ്റ്റോപ്പിലെത്തി കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് വന്നത്. ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഈ ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടിന് ഇത്രയും കഷ്ടപ്പെടേണ്ടി ഉണ്ടായിരുന്നില്ല. അതായത് കേബിൾ കാറും ട്രെയിനൊന്നും എടുത്ത് വരേണ്ടിയിരുന്നില്ല, നേരിട്ട് ബസ് ഉണ്ടായിരുന്നു എന്ന്. നമ്മളിപ്പോൾ പിരമിഡ് കാണാനായിട്ടാണ് പോകുന്നത്. ബസ് ഇറങ്ങി നടക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വഴിയിലൂടെയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഇനി പിരമിഡ് എന്ന് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ഈജിപ്തിലെ പിരമിഡ് പോലെയുള്ള പിരമിഡൊന്നുമല്ല. ഇത് എർത്ത് പിരമിഡാണ്, നാച്ചുറലി ഫോം ചെയ്യുന്ന ഒരു പിരമിഡ് ഷേപ്പിലുള്ള സംഭവം. നല്ല ഭംഗിയില്ല ഈ സ്ഥലം കാണാൻ. റോഡ് സൈഡിലൊക്കെ പലതരത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടൊരു മഞ്ഞ കളറിലെ പൂവ് ഞാൻ പറിച്ചു. എന്നിട്ട് ഞങ്ങൾ നടത്താൻ തുടർന്നു. റോഡിലുള്ള സൈൻ ബോർഡ് നോക്കിയാണ് ഈ പിരമിഡുള്ള ഡയറക്ഷൻ എവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെ നോക്കി നോക്കി പോവുകയാണ്. കുറേ നേരമായി നടക്കുന്നത്. ഒരേ ഒരു പ്രശ്നം, നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയായിരുന്നു നടക്കുന്നത്. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ച് തണലുള്ള ഭാഗത്തൂടെ നടക്കാൻ തുടങ്ങി. കുറച്ച് താഴത്തേക്കുള്ള ഇറക്കമായിരുന്നു അത്. ഒരുപാട് നേരമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നടക്കുന്നിടയിൽ വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഇങ്ങനൊരു പാലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ കുറച്ച് വെള്ളം ഒഴുകുന്ന സ്ഥലം കണ്ടു. നല്ല ശബ്ദമുണ്ട്, പക്ഷെ ഒരുപാട് വെള്ളമൊന്നും ഒഴുകുന്നില്ല, ചെറുതരത്തിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെച്ചിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിരുന്നു. അവസാനം ഞങ്ങൾ പിരമിഡ് കണ്ടു. ആ കാണുന്നതാണ് ഇവിടുത്തെ എർത്ത് പിരമിഡ്. ഞാൻ കുറച്ചുകൂടെ വലിയൊരു സംഭവമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, കുറച്ച് അടുത്തായിട്ട്. ഇത് കുറച്ച് ദൂരെയാണ് കാണുന്നത്. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദൂരെയായിട്ട് ഡോളമൈറ്റും മറ്റു മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വെയിലില്ലാത്ത സമയമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സമയം എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ ചെറിയ മക്കളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഈ പിരമിഡ് കാണാനായിട്ടും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ മുകളിൽ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഉണ്ടായത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നടക്കാം, കുറച്ചുകൂടെ ഹൈക്കൊക്കെ ചെയ്തിട്ട് ഒരു ലേക്ക് ഉള്ള ഏരിയയിലെത്താം. അവിടുന്ന് നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. ഡോളമൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രൂപത്തിൽ ആ ലേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഞങ്ങളാണെങ്കിൽ കുളിക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണം എന്ന് തോന്നിയില്ല. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ ബസ് എടുക്കാനായിട്ടാണ് പോയത്. നല്ല പ്രായമായിട്ടുള്ള ഒരുപാട് പേര് ഇതിലൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിലൊക്കെ ഹൈക്ക് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റും ആയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്.
അവരെയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മളുടെ ആരോഗ്യം എന്താണെന്ന്. അവിടുത്തെ അട്രാക്ഷൻസിൻ്റെയും ഹൈക്കിംഗ് ട്രെയിലിൻ്റെയും ഒരു മാപ്പ് ബസ് സ്റ്റോപ്പിനടുത്തായിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് ഞാനും നിഷാദും പരസ്പരം പറഞ്ഞു, വയസ്സായാലും ഒന്നുകൂടെ വന്നു നോക്കണം ഇവിടെ, എന്നിട്ട് ഇതൊക്കെ ഹൈക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത നമ്മളാണ് വയസ്സായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നത്. നല്ല കഥയാ. വെയിലിൻ്റെ കാഠിന്യവും ക്ഷീണമൊക്കെ ഞങ്ങൾ തീർത്തത് ബൊൾസാനോയിൽ എത്തിയിട്ട് ജലാറ്റോ വാങ്ങിയിട്ടാണ്. ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് കഴിച്ച ജലാറ്റോകളിൽ ഏറ്റവും ടേസ്റ്റുള്ള ജലാറ്റോ ഇതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഡോളമൈറ്റിലെ നല്ല മനോഹരമായ കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.